ഈ പരിപാടിയിൽ ഉള്ള രംഗങ്ങൾ, സംഭാഷണങ്ങൾ, ചിത്രീകരണ രീതികൾ ഒന്നും തന്നെ ഏതെങ്കിലും വ്യക്തികളെയോ സഭകളെയോ അപകീർത്തിപ്പെടുത്തുന്നതിനോ പരിഹസിക്കുന്നതിനോ ആയി മനഃപൂർവ്വം നിർമ്മിച്ചിട്ടുള്ളതല്ല. അഥവാ ഏതെങ്കിലും സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രം. ഹലോ ലീല, പ്രൈസ് ദി ലോർഡ്. സുഖമായിരിക്കുന്നോ? ഞങ്ങൾ 2 ആഴ്ചയായി ലീല വന്നിട്ട്. നിങ്ങൾ എന്തോ പറയുന്നു? എന്തുണ്ട് വിശേഷം? ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ട്. ഞങ്ങൾ ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു അമ്മാമേ. ഞങ്ങളെ അങ്ങോട്ട് വരാൻ വേണ്ടി ഇന്നൊന്നും പ്ലാൻ ചെയ്യുന്നുണ്ട്. നോ ലീല, പ്ലീസ് ഇന്നത്തേക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യണേ. ഇന്നേ ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വെച്ചിരിക്കുക. അതെ, നമ്മുടെ WMCയിൽ എല്ലാ സഹോദരിമാരും ഞങ്ങളുടെ വീട്ടിൽ വരുക. എന്താണെന്നറിയാമല്ലോ, ഞങ്ങൾ ഇച്ചിരി ആത്മീയമായിട്ട് മുമ്പോട്ടാന്നല്ലോ. അതുകൊണ്ട് അവർക്ക് നിർബന്ധമാണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ മീറ്റിംഗ് വെക്കണമെന്നാ. ഹന്നായും റബീക്കായും മേരിയും ആ പാട്ടുകാരി മിരിയാമുവാ വരുന്നത്. അത് മാത്രമല്ല, എങ്ങും പോകാത്ത മിസ്സസ് ലോത്തില്ലേ, അവരാ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. ഇച്ചിരി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ എന്നാ ലീല, പിന്നെ കാണാം. പ്രാർത്ഥനയിൽ ഓർക്കണേ. ശരി അമ്മ, ഞങ്ങൾ പിന്നെ ഒരു ദിവസം ഇറങ്ങാം. ഓക്കെ എന്നാ. ബൈ. തങ്കമ്മാമോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം റെഡിയല്ലേ? സന്തോഷം. ഹന്ന സമയത്ത് വന്നല്ലോ. ഇനിയുള്ള കാര്യങ്ങളെ ഹന്ന ഒന്ന് മാനേജ് ചെയ്യണേ. ഞാനേ ഒന്ന് ബാങ്ക് വരെ പോയിട്ട് വരട്ടെ. ബൈബിളിലെ സ്ത്രീരത്നങ്ങളിൽ പ്രധാനി, കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥനയും ദൈവത്തിങ്കലുള്ള വിശ്വാസവും ശീലിച്ചവൾ, നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും കുത്തുവാക്കുകളുടെയും മധ്യേ തൻ്റെ ആവശ്യഭാരങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച്
ദൈവപ്രവൃത്തിയുടെ സന്തോഷം അനുഭവിച്ചവൾ. ജീവിതത്തിലുടനീളം ദൈവത്തോടുള്ള ഉടമ്പടി പാലിച്ചവൾ. WMCയുടെ പ്രസിഡന്റാന്ന് പറഞ്ഞിട്ട് എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ആ സെക്രട്ടറിയും ഖജാൻജിയൊക്കെ എവിടെയാണാവോ? ആരും കാണുന്നുമില്ല. എല്ലാം എൻ്റെ തലയിൽ തന്നെ ഇട്ടിട്ട് പോകുന്ന രണ്ട് സമർത്ഥമതികൾ. തൻ്റെ ധൈര്യവും വിശ്വാസവും ദയയും വിനയവും എല്ലാം ചേരുമ്പോൾ ഒരു ഉത്തമ സ്ത്രീയുടെ ഗുണഗണങ്ങൾ കാണിക്കുന്നുവെങ്കിലും മകനോടുള്ള അന്ധമായ വാത്സല്യം നിമിത്തം ഒരവസരത്തിൽ സ്വന്തം ഭർത്താവിനെ കബളിപ്പിച്ച ചരിത്രവും മാന്യമഹതിക്ക് സ്വന്തം. ഞാനൊരു വാട്ടർ കണ്ടെയ്നർ കൊണ്ടുവന്നായിരുന്നല്ലോ, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അത് കിട്ടി. ഹനുമാമോ, ഇതങ്ങോട്ടൊന്ന് വെച്ചേരെ. ഇതെന്തോന്നാ കൊച്ചേ, വേണ്ടായിരുന്നു. ഇന്നത്തെ ഷുഗർ എത്രയാണെന്നറിയാവോ? 362. ഓ, അത് സാരമില്ല. പണ്ട് തൊട്ടേ എനിക്ക് ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുത്ത് ഇതൊരു ശീലമായിട്ട് പോയി. എന്നാലും എൻ്റെ കൊച്ചേ, നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. എടി, നമ്മുടെ ആ ഖജാൻജി എന്തിയേ? അവള് 10 പേര് കൂടുന്നിടത്തുണ്ടല്ലോ മാസപ്പടി പിരിക്കാൻ. അവളെ കഴിഞ്ഞ ആളുള്ളൂ. അയ്യോ, വരും. നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ പുറകാലെ വന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ലാൻഡ് ബിസിനസ് കിട്ടിയിട്ടുണ്ട്. ആരുടെയെങ്കിലും തലമണ്ടയ്ക്ക് അടിച്ചിട്ട് പുള്ളിക്കാരി ഇപ്പ വരും. ആ, പറഞ്ഞ നാക്ക് വായിലിട്ടില്ല, ദാണ്ട വരുന്നു. 50 റിയാൽ വെച്ച് എല്ലാ അമ്മമാരുടെയും പിരിക്കും. ബുക്കും ബാഗും എല്ലാം കയ്യിലുണ്ട്. ആ ഗ്രേസ് 50 തന്നായിരുന്നോ? ആ, എന്റെ കയ്യിലുണ്ട്, എല്ലാത്തിന്റെയും ലിസ്റ്റ് ഉണ്ട്. അടിച്ചു മോളെ, അടിച്ചു. നിനക്കറിയാവോ, എന്തോ ഒരു ടെൻഷനായിരുന്നു രാവിലെ തൊട്ട്. എന്തിന്? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി വളരെ നൈസായിട്ട് എന്റെ ഒരു സൈറ്റ് നല്ല റേറ്റിന് അങ്ങ് കൊടുത്തു. എടി, നിനക്കറിയാവോ, പ്രവാസിയായ ഒരു വിശ്വാസിയായിരുന്നു എന്റെ കക്ഷി. ആണോ? പുള്ളിയെ കണ്ടതും ഞാൻ പറഞ്ഞു, അച്ചായ, അടുത്ത ഞങ്ങളുടെ കൺവെൻഷന് ഒരു 10 മിനിറ്റ് ഗ്രീറ്റിംഗ്സും ഒരു ഷോർട്ട് മെസ്സേജും. എന്റെ ഡി പറയണോന്ന് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, പുള്ളി ഡബിൾ സൈറ്റ് തന്നെ അങ്ങ് മേടിച്ചു. ആണോ? ആ, നിനക്കറിയാവോ? എടി സഫീറെ, ഇതൊന്നും ചെയ്യരുത് കേട്ടോ. ദൈവനാമം പറഞ്ഞ ആരും വഞ്ചിക്കരുത്. നിങ്ങളൊന്ന് പോ എന്റെ അമ്മച്ചി. ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശിന്റെ ഒരു വിഹിതം അടുത്ത കൺവെൻഷൻ ഞാൻ ഡൊണേഷൻ ആയിട്ട് അങ്ങ് കൊടുക്കും. അത് അങ്ങനെ അങ്ങ് ബാലൻസ് ആയിപ്പിക്കണം, ഇല്ലയോടി? പിന്നെ നീ ഇങ്ങോട്ട് വന്ന് നമുക്ക് ഇച്ചിരി കുറ്റം പറയാം. അതെ, ആ ഗ്രേസ് ജബ്ബേസേ 50 റിയാൽ ഈ മാസം എല്ലാവരുടെയും കണക്ക് എന്റെ കയ്യിലുണ്ട്, ഒരെണ്ണത്തിനെ ഞാൻ വിടത്തില്ല. പറ്റിയുള്ളതാ. മെസ്സേജ് വന്നാ മിരിയാം ആ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ടെന്ന്. ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും, നമുക്ക് അങ്ങോട്ട് നിന്നാലോ? വരുന്നുണ്ടായിരിക്കും. എന്താ ഇത്ര താമസം? സുഖമായിരുന്നോ? യാത്രയൊക്കെ സുഖമായിരുന്നു, പക്ഷെ വണ്ടി എത്താൻ അല്പം വൈകിപ്പോയി. ആണോ? അതെങ്ങനാ? അയാളെല്ലാം സെറ്റ് ആണെന്ന് പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് നേരത്തെ കാശ് ഗൂഗിൾ പേ ചെയ്യിപ്പിച്ചാണല്ലോ. ഇത് വളരെ മോശമായി പോയി കേട്ടോ. സഫീറയുടെ ഒരു കാര്യം അല്ല പിന്നെ, എപ്പോഴും കാശ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അമ്മാമ, എനിക്ക് കുറച്ച് ഹോട്ട് വാട്ടർ കിട്ടുമോ? ത്രോട്ടൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്പം പ്രശ്നമാണ്. അതെ, നിങ്ങൾ കേട്ടോ, ഈ പുള്ളിക്കാരിയുടെ വിചാരം ഭയങ്കര പാട്ടുകാരത്തിയാന്നാ. പുള്ളിക്കാരത്തിയുടെ പാട്ടും ത്രോട്ടും ഒരു നോട്ടും. ജീവിതത്തിൽ താഴ്മയും വിനയവും കരുതലും പ്രകടിപ്പിച്ചവൾ, ദുർഘട സാഹചര്യങ്ങളെയും അനിശ്ചിതത്വം നിറഞ്ഞ അവസ്ഥകളെയും ദൈവാശ്രയത്താൽ അതിജീവിച്ചവൾ, മുൻപിലുള്ള വെല്ലുവിളിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് അപ്പുറമാണ് ദൈവാശ്രയത്തിൽ അടിസ്ഥാനപ്പെട്ട ജീവിതവും ദൈവപ്രസാദത്താലുള്ള ഉയർച്ചയും എന്നത് ദൃഷ്ടാന്തമായി കാട്ടിത്തന്ന അനുഗ്രഹീത വ്യക്തിത്വം. ആരാ ഈ കറ്റകളൊക്കെ ഇങ്ങനെ വിതറിയിട്ടിരിക്കുന്നത്? ആഹാ, രൂത്ത് വന്നല്ലോ. വരൂ. ഹന്നമാമോ, എന്തൊക്കെയുണ്ട് വിശേഷം? ശമൂവേൽ മോൻ എന്ത് പറയുന്നു? അനുഗ്രഹമായ ശുശ്രൂഷകൾ നടക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവൻ സുഖമായിരിക്കുന്നു.
ദൈവത്തിന്റെ കരുണ കൊണ്ട് ഇപ്പൊ മീറ്റിംഗ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷം. എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിക്കാറുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അമ്മാവിയമ്മ നിന്നോട് നല്ലതായിട്ടൊക്കെ പെരുമാറുന്നുണ്ടോ? അമ്മായിയമ്മ നല്ല സുഖമായിട്ടിരിക്കുന്നു. എന്ത് പോരാ, ഞങ്ങൾ ഒരു പോരും ഇല്ല. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കും. ഞങ്ങൾ ദൈവകൃപയിൽ സ്നേഹത്തിൽ കരുതലിലും ദൈവകൃപയിൽ അങ്ങോട്ട് ആശ്രയിച്ച് മുന്നോട്ട് അങ്ങോട്ട് പോകുന്നു. ഓ സന്തോഷം. യേശുവിന്റെ അമ്മ വരുന്നുണ്ട്. ഞാനേ വരാൻ അല്പം വൈകി. അതെ, കാനാവിലെ കല്യാണത്തിന് പോയതായിരുന്നു, അതുകൊണ്ടാണ് വരാൻ വൈകിയത്. ക്ഷമിക്കണം. അത് സാരമില്ല, എല്ലാരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വന്നാട്ടെ. സമൂഹം അവഗണിച്ചപ്പോൾ, മനുഷ്യർ നിന്ദിച്ചപ്പോൾ, ജീവിതത്തിലെ വീഴ്ചകൾ കാരണം എല്ലാവരും ത്യജിച്ച അവസരത്തിലും രക്ഷയ്ക്കായി തേടി വന്നവർക്ക് ധീരമായ തീരുമാനത്താൽ അഭയം കൊടുത്തവൾ. അഭയം കൊടുത്ത നാളുകൾക്കനന്തരം തനിക്ക് തന്നെ രക്ഷ കണ്ടെത്തി. പിന്നത്തേതിൽ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ പേര് ചേർക്കപ്പെട്ട തിളക്കമാർന്ന വ്യക്തിത്വം ഭാഗ്യവതിയായ റഹാബ്. എടി റബേക്ക, നീ ഇങ്ങോട്ട് വന്നേ. ആ പുള്ളിക്കാരി ഒന്ന് നോക്കിയേ. ഈ പുള്ളിക്കാരി തന്നെ ഒരു കയറൊക്കെ കെട്ടി വല്ല തന്നാലിയം മേയ്ക്കാൻ പോവാന്നോ? സഫീറെ, എന്തൊക്കെയാ പറയുന്നത്? ഈ കയറിന്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. എന്താണ് സഹോദരിമാരെ ഇവിടെ ഒരു കുശുകുശുപ്പ്? കേട്ടെന്നോ? കേട്ട് നാളെ കേട്ടു. എന്താണ് കയർ ചരിത്രം എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ഈ കയറിനെ കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഈ കയർ ധീരമായ തീരുമാനത്തിന്റെ ഒരു അടയാളമാണ്. ഈ കയറിലൂടെ അനേക ഭക്തന്മാർ രക്ഷ നേടിയിട്ടുണ്ട്. അതിനാൽ ഈ കയർ എനിക്ക് അമൂല്യമായ ഒന്നാണ്. മനസ്സിലായാലും പിള്ളേരെ അങ്ങോട്ട് നോക്കിക്കേ. അത് ആരാ വരുന്നേന്ന് നോക്കിക്കേ. നമ്മുടെ മഗ്ദലക്കാരത്തെ മറിയയും ബഥാന്യ മറിയയും അല്ലേ വരുന്നത്? രണ്ടുപേരും ഒരുമിച്ചാണല്ലോ വരുന്നത്. എന്നാലും എന്റെ മറിയേ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. യേശു മരിക്കുന്നതിന് മുമ്പ് നിനക്ക് യേശുവിന്റെ കാലിൽ സുഗന്ധതൈലം പുരട്ടാനുള്ള ഭാഗ്യം ലഭിച്ചുവല്ലോ. അത് മാത്രമല്ല, ആളുകൾ എന്തു പറയുമെന്ന് പോലും നീ ഓർക്കാതെ അത് ചെയ്തുവല്ലോ. അതെ മഗ്ദലന മറിയേ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ പരസ്പരം സ്നേഹം കാണിക്കേണ്ടതും കൊടുക്കേണ്ടതും ഒക്കെ. അല്ലാണ്ട് ചിലർ ചെയ്യുന്ന പോലെ മരണ വീട്ടിൽ ചെന്ന് ആ മൈക്കെടുത്ത് തള്ളിമറിച്ച് ആ മരിച്ച ആളെ കൂടെ എണീപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതേ മറിയേ, നമുക്കൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ. അത് പരസ്പരം സ്നേഹിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് അങ്ങ് പോവാം. എങ്കിലും എനിക്കൊരു സന്തോഷമുണ്ട്. നിന്റെ ബഥാനിയയിലെ ഭവനം യേശുവിന്റെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചുവല്ലോ. എടി മറിയേ, നീ ഇങ്ങോട്ട് വന്നേ. നിന്നെ കുറച്ച് നാളായിട്ട് ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നു. നീ ആ യേശുവിന്റെ കാലിൽ പെരട്ടിയ തൈലത്തിന്റെ ആ പൈസ എന്റെ കയ്യിലെങ്ങാനും തന്നായിരുന്നെങ്കിൽ ഞാൻ 2 ഡബിൾ സൈറ്റ് മേടിക്കത്തില്ലായിരുന്നോ? അതെങ്ങനാ? കർത്താവ് എറിയാൻ അറിയുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കത്തില്ലല്ലോ. സഫീറ, എന്റെ കർത്താവേ, ഞാനൊന്നും പറയുന്നില്ല. എന്റെ തമ്പുരാനെ, എല്ലാവരും എന്നെ തന്നെയാണോ കുറിച്ചു നോക്കുന്നത്? ആ പഴം കഴിച്ചപ്പോ തുടങ്ങിയ നിന്നയാ ഇതുവരെ ഗതി പിടിച്ചിട്ടില്ല. അതെങ്ങനാ? ഭർത്താവാണത്രേ ഭർത്താവ്. ആ സ്വന്തം ഭാര്യയില്ലാന്ന് പറഞ്ഞിട്ട് ആ തലതിരിഞ്ഞ പാമ്പിന്റെ മുൻപിൽ പോയി ചാടുന്നതിന് മുന്നേ എന്നെ സംരക്ഷിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരുമായിരുന്നോ? ആ ഏതെന്തോട്ടം നമ്മുടെ കയ്യിൽ ഇരിക്കത്തില്ലായിരുന്നോ? എന്നിട്ട് ആ കാലം മുതൽ ഇന്ന് വരെ ഈ ആദന്മാരെല്ലാം നമ്മൾ ഹൗവമാരവരെ പറ്റിച്ചു, അവരെ ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെയാ പറയുന്നത്. സ്വന്തം ഭാര്യയിൽ പോയതറിയാത്ത പുള്ളിയാ. ഭാര്യയിൽ സംരക്ഷിക്കാൻ പറ്റില്ല, പിന്നെ ആ ഭാര്യയെ സംരക്ഷിക്കുന്നത്. എടി മറിയേ, നീ ഇങ്ങോട്ട് വന്നേ. നീ കണ്ടോ ആ പോയ കൊച്ചമ്മേനെ? ആരാന്ന് മനസ്സിലായോ? എന്റെ എടി, ഈ പുള്ളിക്കാരത്തി ആരാന്ന് അറിയാമോ? ഈ പുള്ളിക്കാരത്തി ഏതെന്ന് വെച്ചിട്ടേ ആ ഹൗവാമ്മച്ചി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരത്തിയാ ഇത്. ഇവരുണ്ടല്ലോ അന്ന് വിവേകത്തോടെ പ്രവർത്തിച്ചായിരുന്നെങ്കിലുണ്ടല്ലോ ആ ആദാമച്ചായന്റെ തൊണ്ടയ്ക്ക് മുഴയും വരത്തില്ലായിരുന്നു. പാമ്പ് പറന്നോ നടന്നോ എങ്ങനെങ്കിലും ഇര പിടിച്ച് ജീവിച്ചേനെ. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇത്രപ്പെട്ട കഷ്ടപ്പാട് വരുത്തുമില്ലായിരുന്നു. പിന്നെ ഉണ്ടല്ലോ പാരമ്പര്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടേണ്ടിയിരുന്ന ആ ഏതൻ തോട്ടം നമ്മുടെ കയ്യിൽ ഇരുന്നേനെ. എന്ത് പറയാനാ, ജസ്റ്റ് മിസ്. സഫീറേ, നിന്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നാക്കും നിന്റെ സംസാരം കുറച്ച് കുറയ്ക്കണം. നമ്മളിവിടെ എന്തിനാ വന്നതെന്ന് മറക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി വന്നേക്കുവാ, അത് മറക്കരുത്. അല്ലെങ്കിലും സത്യം പറയുന്നവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. പിള്ളേരെ,
ദാ അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ ചീഫ് ഗസ്റ്റ് മിസ്സസ് ലോത്തും സാറയും ഇല്ലയോ വരുന്നത്? മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി കൂട്ടിക്കൊണ്ടുവരൂ. അല്ല എങ്കിൽ റെബേക്ക തന്നെ പോയി ഒന്ന് കൂട്ടിക്കൊണ്ടുവരൂ. വരുന്നുണ്ട്. മറിയേ, ഇനി വന്നേടി. വരുന്ന ആരാന്ന് കണ്ടോ? ദൈവം നല്ല ചോയ്സ് കൊടുത്തപ്പോഴേ പച്ചപ്പും തെളിനീരും എല്ലാം കണ്ടോണ്ടേ അതിന്റെ പുറകെ പോയതാ. ഉപ്പുതൂണായി പോയി. എന്നിട്ടിപ്പോ വന്നേക്കോ നമ്മളെ ഉപദേശിക്കാൻ. എന്തോ പറയാനാന്ന് പറ. പ്രൈസ് ദി ലോർഡ് മിസ്സസ് ലോത്ത്. വന്നാലും പ്രൈസ് ദി ലോർഡ് സാറാമ്മച്ചി. സഹോദരിമാരെ എല്ലാരും ഒന്ന് വന്നേ. നമ്മുടെ എസ്തേറാജ്ഞി കടന്നു വരുന്നു നമ്മുടെ മീറ്റിംഗിനായി. രാജ്ഞി സുഖമായിരിക്കുന്നു. മറ്റു രാജാക്കന്മാരെയൊക്കെ കാണാറുണ്ടോ? സുഖമായിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ജോ ബൈഡനെ കാണുമ്പോൾ ഞങ്ങൾ WMC സഹോദരിമാരുടെ അന്വേഷണം അറിയിച്ചേക്കണം. അറിയിച്ചേക്കാം. ഞങ്ങൾ WMC സഹോദരന്മാർ മറ്റു ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കയ്ക്കായും പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ തുടർന്നും ആ പ്രാർത്ഥന ഉണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ബലവുമാണ്. തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഹന്നമാമോ, എല്ലാരും എത്തിയല്ലോ, നമുക്ക് നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? നിങ്ങളങ്ങ് തുടങ്ങിക്കോ, ഞാൻ പിന്നെ വന്ന് ജോയിൻ ചെയ്തോളാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഇന്നത്തെ WMC മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമ്മുടെ വിശിഷ്ട അതിഥികളുമൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന് സ്പെഷ്യൽ മീറ്റിംഗ് ആയിട്ടാണ് WMC കൂടിയിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഇന്ന് WMC ആയി കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. വിവിധ ദേശങ്ങളായിരുന്ന ഞങ്ങളുടെ സഹോദരിമാർക്ക്, ഞങ്ങളുടെ വിശിഷ്ട അതിഥികൾക്കെല്ലാം ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇനി തുടർന്നുള്ള മീറ്റിങ്ങിൻ്റെ നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിശിഷ്ട അതിഥി എന്ന് പറയാം, എന്നാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ഭംഗിയായി ചെയ്യുന്നതായ സിസ്റ്റർ സഫീറയെ മുന്നോട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള പ്രിയപ്പെട്ടവരെല്ലാം ചേർന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. പ്രത്യേകാലം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന WMCയുടെ പ്രസിഡന്റ് സിസ്റ്റർ ഹന്നോയോടുള്ള പ്രത്യേകമായ നന്ദി ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. ഇങ്ങനെ WMCയുമായി കൂടി വരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷത്തോടും ഹൃദയം നിറഞ്ഞ നന്ദിയോടുമാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. ഞങ്ങളുടെ മധ്യത്തിൽ വളരെ വിശിഷ്ട അതിഥികൾ എത്തിയിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം. അതിലേക്ക് ഞാൻ കടക്കുന്നു. അനേക രാജ്യാന്തര കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അല്പസമയം ഞങ്ങളോടുകൂടെ ചെലവഴിക്കാൻ ഞങ്ങൾ ക്ഷണിച്ചപ്പോൾ തന്നെ യാതൊരു വൈമനസ്യവും കൂടാതെ കടന്നു വന്ന പ്രിയ എസ്തേർ രാജ്ഞിക്ക് ഈ WMCയിലേക്ക് ഹാർദവുമായി വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് കാനാവിലെ കല്യാണത്തിൻ്റെ അനേക തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഞങ്ങളുടെ പ്രസിഡന്റ് ഹന്നാമ്മച്ചി വിളിച്ചപ്പോൾ തന്നെ വരാമെന്ന് ഏൽക്കുകയും തക്ക സമയത്ത് കടന്നു വന്ന് തൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്ത യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് ഈ WMC മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളോട് അടുത്ത് എത്തിയിരിക്കുന്ന അതിഥി എന്ന് പറയുന്നത് ഈ കാലഘട്ടങ്ങളിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം ഈ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ മിരിയാമാണ്. സിസ്റ്റർ മിരിയാമിനെ ഈ WMC മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രാസംഗിക മിസ്സസ് ലോത്താണ്. മിസ്സസ് ലോത്തിനെ തൻ്റെ അനുഭവങ്ങൾ കൊണ്ട് നമ്മളോട് തൻ്റെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു. അനേക തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും തൻ്റെ ദാസി തക്ക സമയത്ത് കടന്നു വന്നു. മിസ്സസ് ലോത്തിനെ ഈ WMC മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
പ്രൈസ് ലോർഡ്. ശേഷം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. അല്പസമയം നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. നമ്മുടെ കൂട്ടായ്മകളിൽ ആത്മീക ആരാധനകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആരും ഇവിടെ നിർവിചാരികളായി ഇരിക്കാതെ കരങ്ങളെ തട്ടി ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മളെ ആത്മീക ആരാധനയിലേക്ക് നയിക്കുവാൻ സിസ്റ്റർ മിരിയാമിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ മിരിയാം. Praise the Lord. Amen. Hallelujah. 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 എല്ലാവരും കരങ്ങൾ തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Praise the Lord. Hallelujah. Praise to Jesus. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ ആത്മാവിൽ നിറയ്ക്കണമേ ഗ്ലോറി ഗ്ലോറി അന്ത്യകാല അഭിഷേകം ഹല്ലേലൂയ പ്രൈസ് ടു ജീസസ് സകല ജഡത്തിന്മേലും വിത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ ഗ്ലോറി ഈ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ ഗ്ലോറി ഗ്ലോറി കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ ഗ്ലോറി ഈ പോലെ ഇറങ്ങണമേ ഹല്ലേലൂയ പ്രൈസ് ടു ജീസസ് ആമേൻ ഗ്ലോറി ഗ്ലോറി ആത്മനദിയായി ഒഴുകണമേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ദൈവം നമുക്ക് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാല സിസ്റ്റർ മിരിയാമിനോടുള്ള ഞങ്ങൾ WMC ആയിട്ടുള്ള നന്ദിയെയും ഈ തരുണത്തെ ഞങ്ങൾ അറിയിക്കുകയാണ്. അടുത്ത ചില നിമിഷങ്ങൾ നമ്മളെ അഭിസംബോധന ചെയ്യുന്നതിനായി എസ്തേർ രാജ്ഞി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ എസ്തേർ രാജ്ഞിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കുള്ള നിങ്ങളുടെ അധ്വാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു കാലത്ത് ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു. എന്നാൽ ദൈവം മുൻ നിർണയിച്ച പ്രകാരം ഒരു ജനതയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു, ഉയർത്തി മാനിച്ചു. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതുപോലെ നിങ്ങൾ ഓരോരുത്തരും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടാൽ ദൈവം നിങ്ങളെ ഉയർത്തി നിങ്ങളിൽ കൂടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ആത്മീക കാര്യങ്ങളിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ നിങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവവേലയ്ക്ക് കൈത്താങ്ങലായിരിക്കണം. അതിനായി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഒപ്പം WMC ആയി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. തൻ്റെ പദവികളൊന്നും ഓർക്കാതെ വിളിച്ചപ്പോൾ തന്നെ കടന്നു വരികയും ഞങ്ങളോടുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്ത എസ്തേർ രാജ്ഞിയോടുള്ള ഹൃദയപൂർവ്വമായ നന്ദി ഈ തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. അടുത്ത ചില നിമിഷങ്ങളെ നമ്മുടെ മധ്യത്തിലുണ്ട്. സമയം വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തുടർന്നുള്ള സമയങ്ങൾ നമ്മൾ വചനത്തിൽ നിന്ന് കേൾക്കേണ്ടതുണ്ട്. പല കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ചുരുക്കമായിട്ട് ആരെങ്കിലും അടുത്ത വചന ശുശ്രൂഷയോർത്ത് പ്രത്യേകം നമ്മുടെ റെബേക്ക ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി ഇടങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതമടികൾക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം അടികൾ ഹല്ലേലൂയ ഈസ്റ്റ് ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു, വെസ്റ്റ് ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നോർത്ത് ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു, സൗത്ത് ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇന്ത്യയെ നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. പ്രത്യേകാല ആഫ്രിക്കയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പച്ചപ്പ് ഊഷ്മളതയും ഹരിതാഭവും നൽകി കർത്താവ് ആഫ്രിക്കയെ മാനിക്കണമേ. അന്റാർട്ടിക്കയ്ക്കായി സ്തോത്രം. പ്രത്യേകാലടിങ്ങളെ പ്രിയ ഹല്ലേലൂയ സഹോദരിമാർ, ഹല്ലേലൂയ അന്നമ്മ, ചിന്നമ്മ, പെണ്ണമ്മ, ലീലമ്മ, മറിയമ്മ, ത്രേസ്യമ്മ, കൊച്ചു ഹല്ലേലൂയ സ്തോത്രം, ചിന്നമ്മ, എല്ലാവരെയും നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരെ കുടുംബമായി നീ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകാല ഹല്ലേലൂയ അടിങ്ങളെ ബാംഗ്ലൂരിലുള്ള മിനി സിസ്റ്ററെ കുടുംബമായി നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ കുടുംബമായി നീ അവരെ അനുഗ്രഹിക്കണമേ. അടിങ്ങളെ താരാപ്പൂരുള്ള ഏലിയാമ
സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു സ്റ്റോപ്പ് കാണിക്കുമോ? അങ്ങ് 13 മിനിറ്റും 25 സെക്കൻഡുമായി ഇതുവരെ. അങ്ങ് താരാപ്പൂർ എത്തിയിട്ടേ ഉള്ളൂ. കറങ്ങിത്തിരിഞ്ഞ് കേരളത്തിൽ എപ്പോൾ എത്താനാന്നോ? അതെങ്ങനാ? വീട്ടിലൊന്നും പ്രാർത്ഥിക്കാത്തതിനെ പിടിച്ച് പബ്ലിക്കായി ഇവിടെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച ഇങ്ങനെ ഇരിക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഗസ്റ്റിൻ്റെ പ്രസംഗം കേൾക്കുവാനായിട്ട്. നിങ്ങളേവരും അറിയാവുന്ന പോലെ മിസ്സിസ് ലോത്ത് തൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇന്ന് പകൽക്കാലം നമ്മളോട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാൻ പോവുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെ കേട്ടിരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ചില നിമിഷങ്ങൾ വചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ മിസ്സിസ് ലോത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Greetings to all in the matchless name of Christ. Sorry. ഞാൻ സോതോമിലാണ് ചിന്തിച്ചു പോയി. നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ മലയാളത്തിൽ തന്നെ ആയിരിക്കും പ്രസംഗിക്കുന്നത്. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ WMCയുടെ പ്രസിഡന്റ് സിസ്റ്റർ ഹന്ന, നമ്മുടെ മധ്യത്തിൽ വിശിഷ്ടാതിഥിയായി ഹർ മജസ്റ്റി എസ്തർ രാജ്ഞി, നമ്മളെ ആരാധനയിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുകയും ആരാധനയ്ക്ക് ലീഡ് ചെയ്യുകയും ചെയ്ത സിസ്റ്റർ മിറിയാം, അതേപോലെ യേശുവിൻ്റെ അമ്മ മറിയ, അതേപോലെ എന്നോടൊപ്പം പ്രിയ സാറയ്ക്കും കടന്നു വരുവാനിടയായി, അതേപോലെ മറ്റ് WMC ഭാരവാഹികൾക്കും, എല്ലാ സഹോദരിമാർക്കും, മാത്രമല്ല ലൈവിൽ കൂടെ എന്നെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. നമ്മൾ ഇന്ന് WMCയുടെ മീറ്റിംഗ് ആയിട്ടാണല്ലോ കൂടി വന്നിരിക്കുന്നത്. കാലാകാലങ്ങളായി ദൈവം തന്റെ സഭയെ പണിയുവാൻ അനേകരെ ഒരുക്കുന്നതിന്റെ കൂട്ടത്തിൽ സഹോദരിമാരായ നമുക്കും ആ ദൗത്യത്തിന് ഭാഗവാക്കാകുവാൻ ദൈവം ഒരുക്കുന്ന ഓരോ അവസരങ്ങൾക്കായി നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മൾ ആയിട്ടുണ്ടോ? ദൈവത്തിന്റെ പ്രസാദമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ശോധന ചെയ്യണം. ദൈവജനമേ, നമ്മൾ ഈ ലോകത്തിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടമായിരിക്കുന്നു. ദൈവത്തോടും അവന്റെ വചനത്തോടും സ്വർഗീയ ലക്ഷ്യങ്ങളോടും നമ്മൾ ഒത്തുചേർന്ന് പോയില്ല എങ്കിൽ നമ്മുടെ ജീവിതം നിഷ്ഫലമായി പോകും. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ മുഖവുര ഇവിടെ ചുരുക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. നാം അവന്റെ കൈപ്പിണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. സ്തോത്രം. ഈ വാക്യത്തിൽ ഒരു പരമപ്രധാനമായ ഒരു വാക്ക് എന്നെ ആകർഷിച്ചു. അതാണ് ചെയ്തു പോരേണ്ടതിന്. നമുക്ക് എല്ലാവർക്കും ഏറ്റു പറയാം, ചെയ്തു പോരേണ്ടതിന്. അല്പസമയം നമുക്ക് ചിന്തിക്കാം, നമ്മുടെ പ്രവർത്തികൾ സൽപ്രവർത്തികൾക്കായിട്ടാണോ അതോ ദൈവസന്നിധിയിൽ തലകുനിക്കാൻ പെടുന്നവയാണോ എന്നുള്ളത്. പ്രാരംഭമായി എൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് എൻ്റെ സാക്ഷ്യം ഈ വചനത്തോടനുസൃതമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇത് എത്ര കേട്ടതാ, ഫുള്ള് തള്ളാണെന്നേ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചത്. നിങ്ങൾ പലരും പത്രമാധ്യമങ്ങൾ കൂടി സമൂഹ മാധ്യമങ്ങൾ കൂടി ഇതെല്ലാം കണ്ടതാണ്. പലരും ഇവിടെ ഇരിക്കുന്നവർ ലൈവായിട്ട് അത് ശ്രദ്ധിച്ചതുമാണ്. ദൈവം ഞങ്ങളെ കുടുംബമായി അവന്റെ വേലയ്ക്കായി അവന്റെ പദ്ധതിക്കായി ഇറങ്ങിത്തിരിക്കുവാൻ ഞങ്ങൾ അതിനായിട്ട് സമർപ്പിക്കുകയും ഇറങ്ങിത്തിരിക്കുവാനും ഇടയായി. എന്നാൽ ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും ദൈവത്തിന്റെ കരുണ അനുഭവിപ്പാൻ ദൈവം അവസരങ്ങൾ തന്നിട്ടും അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പച്ചപ്പും സമൃദ്ധിയും തലമുറയുടെ ഭാവി എല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ദൈവഹിതമല്ലാത്തൊരു ദേശം തിരഞ്ഞെടുക്കുവാനിടയായി. അത് കാരണം ഇപ്പോഴും ജീവിതത്തിൽ ശരീരത്തിന്റെ ഉപ്പുരസം കാരണം പശു മുതലായ മൃഗങ്ങൾ അനുദിനം വന്ന് ഉപ്പ് വേണ്ടപ്പോഴൊക്കെ നക്കി കുടിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ദൈവമക്കളെ, ഞാൻ ദൈവഹിതത്തിനെതിരായിട്ട് നടന്നതുകൊണ്ട് എന്നിൽ കാണുമ്പോൾ എൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ അതിനോട് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ള മുന്നറിയിപ്പുകളാണ്. നാം ദൈവവേലയിൽ വിശ്വസ്തരാണോ? നമ്മുടെ ചെയ്തികൾ സൽപ്രവർത്തികൾക്കായിട്ടാണോ അതോ ദൈവകോപത്തിനായിട്ടാണോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവേ, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എന്നെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോവാണ് കർത്താവേ. എന്നെ എവിടേക്കാ കർത്താവേ എന്നെ കൊണ്ടുപോകുന്നത്? കർത്താവേ, വളരെ ഭയം തോന്നി എനിക്ക്. വളരെ ഹൈറ്റ് ഉണ്ടല്ലോ കർത്താവേ. അയ്യോ, ഇവിടെ ഇരുട്ടാണല്ലോ. എനിക്ക് വളരെ പേടിയാവുന്നു. ഓ, ഈ മിന്നലും ഈ വെളിച്ചവും ആകെ പേടിയാകുന്നു. അയ്യോ, ഇത് വല്ലാത്തൊരു സ്പീഡാണല്ലോ.
വല്ലാതെ പേടിയാവുകയാണ് എനിക്ക്. കർത്താവേ, ഇതേതാണ് കർത്താവേ സ്ഥലം? കർത്താവേ, ആകെ പേടിയാവുന്നതാണല്ലോ. ഇത് സ്വർഗത്തിലേക്കുള്ള എസ്കലേറ്റർ ആണല്ലോ. ഇത് സ്വർഗത്തിൻ്റെ ഉള്ള ഗേറ്റ് ആണല്ലോ കർത്താവേ. ഓ, ഞാൻ സ്വർഗത്തിലെത്തിയോ? സ്തോത്രം, സ്തോത്രം. ദൈവമേ, അങ്ങയുടെ സിംഹാസനത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ദൈവം, ഇതാണോ ജീവന്റെ പുസ്തകം? കുറേ ബുക്കുകളുണ്ടല്ലോ. ഇത് ജീവന്റെ പുസ്തകമാണെന്ന് തോന്നുന്നല്ലോ. ദൈവമേ, ഈ മഹാജനസാഗരം, ഇവരെല്ലാം എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ കർത്താവേ. അയ്യോ ദൈവമേ, വല്ലാതെ പേടി തോന്നുന്നല്ലോ. ദൈവമേ, ഇവരെയൊക്കെ എനിക്ക് അറിയാമല്ലോ. എൻ്റെ കൂടെ ഉള്ളവർ തന്നെയാണല്ലോ ഇതൊക്കെ. ഞാനും ഉണ്ടല്ലോ ഈ കൂട്ടത്തില്. അതെ സാറ, അത് നീ തന്നെ. നിനക്ക് സ്നേഹവും വിശ്വസ്തതയും മറ്റുള്ളവരോടുള്ള കരുതലുമുണ്ട്. ആരെക്കാളും നന്നായി ആദിത്യ മര്യാദകളെല്ലാം പാലിക്കാറുമുണ്ട്. എന്നാൽ എൻ്റെ വാക്കിന് മുന്നിൽ നീ അവിശ്വസിച്ചു. ചോദിച്ചപ്പോൾ അത് നിഷേധിച്ച് നീ വീണ്ടും വ്യാജം പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ ശിക്ഷിക്കാതെ വിട്ടു. നിന്റെ സഹോദരിമാരോട് പോയി പറയും, മനുഷ്യന്റെ ഹൃദയങ്ങളെയും വിചാരങ്ങളെയും ഉള്ളതുപോലെ അറിയുന്ന എൻ്റെ മുൻപിൽ ഒന്നും മറവായിരിക്കുന്നില്ല. എൻ്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് പരിശ്രമിക്കാം. അല്ല, കപട ആത്മീയതയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വന്തം തെറ്റുകൾ മറച്ചുവെച്ച് ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഏത് നന്മ പ്രവൃത്തികൾ ചെയ്താലും തീയിൽ ശോധന ചെയ്യുമ്പോൾ അത് നിലനിൽക്കുകയില്ല. കത്തിപ്പോകുന്ന വൈക്കോലിന് സമമത്രേ. ഇത് ഹന്നയാണല്ലോ. അതെ, അത് ഹന്നയാണ്. ഹന്നെ നോക്കൂ, ഒരു മാതാവ് എന്ന നിലയിൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ദാനത്തെ തനിക്ക് വിലയേറിയതും ഏറ്റവും സ്നേഹിക്കുന്നതുമായ മകനെ തന്നെ നൽകിക്കൊണ്ട് ഹന്ന തനിക്ക് എന്നിലുള്ള വിശ്വാസം തികഞ്ഞ അനുസരണത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. അവൾക്ക് എന്നോടും എൻ്റെ സന്നിധിയോടുമുള്ള സ്നേഹം അത് ലോകത്തിലുള്ള മറ്റെന്തിനേക്കാളും വലുതെന്ന് സ്വന്തം പൈതലിനെ ആലയത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവൾ പ്രകടമാക്കി. എൻ്റെ മുൻപാകെ പ്രദർശിപ്പിച്ച ഹന്നയുടെ പ്രതിഫലം അത് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിഞ്ഞ പൊന്നും വെള്ളിയും വിലയേറിയ കല്ലിനും തുല്യമായ ശോഭയോടെ ഉന്നതമായത്. ഇന്നത്തെ വിശ്വാസികളുടെ മുൻഗണനകൾ എന്തെല്ലാമാണ്? ഇത് റെബേക്കയാണല്ലോ. ഓ, സാറയ്ക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. റെബേക്ക തന്നെയാണ്. റെബേക്ക ഇന്നത്തെ സഹോദരിമാരെ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും എൻ്റെ വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ പൂർത്തീകരണത്തിന് നിർണയിച്ചിരിക്കുന്ന സമയത്തിനായി കാത്തു നിൽക്കാതെ താൻ ആഗ്രഹിക്കുന്നതോ പ്രതീക്ഷിക്കുന്നതോ ആയ സമയപരിധിക്കുള്ളിൽ സമാപ്തിയില്ലാത്തപ്പോൾ അക്ഷമയും തിടുക്കവും കാട്ടി ജീവിതത്തെക്കുറിച്ചോ തലമുറകളെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ആത്മീക ഉയർച്ചയെക്കുറിച്ചോ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചോ ഉള്ള ആലോചനകളും വാഗ്ദത്തങ്ങളും കേൾക്കുക മാത്രമല്ല, അതിൻ്റെ പൂർത്തീകരണത്തിന് ക്ഷമയോടെ എൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നവർക്കായുള്ള പ്രതിഫലം അമൂല്യവും അനിർവചനീയവും അത്രേ. കർത്താവേ, ഇതെന്തുവാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എപ്പോൾ കഴിയുമെന്നും അറിയുന്നില്ലല്ലോ കർത്താവേ. ഇത് എപ്പോൾ കഴിയും കർത്താവേ? തിടുക്കം കാട്ടല്ലേ സാറാ. ഇവിടെ എല്ലാവർക്കും ഒരേ പരിഗണനയാണ്. നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങളെ വിളിക്കും. സാറാ, ഇവിടെ നീ കണ്ട കാഴ്ചകൾ, ഞാൻ നിന്നോട് സംസാരിച്ച കാര്യങ്ങളും നിനക്ക് ലഭിച്ച അനുഭവങ്ങളും നീ ഭൂമിയിൽ പോയി നിന്റെ സഹോദരിമാരോട് പങ്കുവെക്കുക. എന്നെ വീണ്ടും ഭൂമിയിലേക്ക് അയക്കുവാണോ കർത്താവേ? എന്നെ തിരികെ വിടല്ലേ കർത്താവേ. എന്നെ കൈവിട്ട് കളയല്ലേ കർത്താവേ.
അയ്യോ കർത്താവ്, എൻ്റെ കൂടെ ഒന്ന് വരണേ, എന്നെ കൈവിട്ട് കളയല്ലേ, എൻ്റെ കൂടെ വരണേ. ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചോളാം, ഒരു ഉത്തമ സാക്ഷിയെ ജീവിച്ചോളാം. യേശുവേ, സ്തോത്രം, സ്തോത്രം. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ പ്രിയ സഹോദരന്മാരെ, നമുക്കുള്ള ഈ ചെറിയ ജീവിതത്തിൽ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ പൂർണ്ണമായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയരെ, നാം കണ്ടതുപോലെ ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി ദൈവത്താൽ നിയോഗം ലഭിച്ച വ്യക്തികളായ നാം ഓരോരുത്തരെയും അവിടുന്ന് ശോധന ചെയ്യുന്ന നാളുകൾ അടുത്തിരിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം എപ്രകാരമായിരിക്കുന്നു? നമ്മുടെ വാക്കുകൾ ഒരുവനെ ക്രിസ്തുവിൽ ഉറപ്പിച്ചതോ അതോ എന്നേക്കുമായി അകറ്റിയതോ? നമ്മുടെ ചിന്തകൾ, ഇടപാടുകൾ ദൈവഹിതത്തിന് യോജിച്ചതോ അതോ ഇടർച്ച വരുത്തുവാൻ സാധ്യതയുള്ളതോ? നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ ഒരു ദൈവ പൈതൽ എന്ന സാക്ഷ്യം നിലനിർത്തുന്നതോ അതോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതോ? നമുക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ നാം ഉപയോഗിക്കുന്ന ദൈവിക ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കുന്നതിനോ അതോ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുവാനോ? നമ്മുടെ ജീവിതത്തിൽ കൂട്ടായ്മയുടെയും ദൈവസന്നിധിയോടുള്ള വാഞ്ചിയുടെയും അളവുകോൽ ആവശ്യങ്ങളിൽ മാത്രമാണോ? നമ്മുടെ പ്രവൃത്തികൾ മാനുഷികമായി നമുക്കുള്ള സകലത്തിലും പൂർണ്ണമായി ആശ്രയിച്ച് സമൂഹത്തിൽ പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും നേടുന്നതിനുള്ള ബാഹ്യ പ്രകടനങ്ങളോ? നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക സ്വാർത്ഥമായ നേട്ടങ്ങളോ അതോ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി അധ്വാനിച്ച് ചെറുതും വലുതുമായ ദൈവപ്രസാദത്തിന് കാരണമായ ചെയ്തികളോ? നമ്മുടെ മുന്നിലുള്ള ക്ഷണികമായ ഈ ജീവിതം ക്രിസ്തുവെന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടട്ടെ. ചെയ്തികൾ അത് ഉത്തമവും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൻ പ്രകാരമാകട്ടെ. കഠിന ശോധന അതിജീവിച്ച് പ്രതിഫലം ലഭിക്കുവാൻ പ്രാപ്തമാകുന്നതുമാകട്ടെ. നാം ജീവിതം പൂർണ്ണമായും ക്രിസ്തുവിൽ സമർപ്പിച്ച് അവിടുത്തെ നിർണയപ്രകാരം കീഴ്പ്പെടുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും സർവശക്തനായ കർത്താവ് അവിടുന്ന് ആഗ്രഹിക്കുന്ന പ്രവൃത്തി നമ്മൾ ചെയ്തെടുക്കുന്നതിന് നമ്മെ ഉപയോഗിക്കും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നു എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. ആകയാൽ ദൈവിക ഉദ്ദേശ്യം ഉൾക്കൊണ്ട് അവിടുത്തെ പ്രസാദം ലഭിക്കുമാറ് സൽപ്രവൃത്തികൾ ചെയ്ത് ശോധനയെങ്കിൽ വിലയേറിയ പ്രതിഫലം ലഭിക്കുന്നതും പൊന്നുപോലെ തിളങ്ങുവാൻ കഴിയുന്നതുമായ വിശ്വസ്ത ജീവിതം നയിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.